സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മിൽ ചില ക്വാളിഫിക്കേഷനുകൾ ഉണ്ടായിരിക്കണം. അതെന്തൊക്കെയാണെന്നാണ് പല കാര്യങ്ങൾ പറയാനുണ്ട്. ചുരുക്കി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ ഈമാൻ ശരിയാവണം, തൗഹീദ് ശരിയാവണം. നമ്മുടെ വിശ്വാസ രംഗത്തുള്ള പുഴുക്കുത്തുകളെല്ലാം മാറ്റി യഥാർത്ഥത്തിലുള്ള വിശ്വാസികളായി മാറണം എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഇനി പറയാൻ പോകുന്ന 5-8 കാര്യങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അതിൻ്റെയൊക്കെ വക്താക്കളായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അത് മുഖേന ആ മലായിക്കത്തുകളുടെ പ്രാർത്ഥനകൾക്ക് നമുക്കും അവകാശികളാകുവാൻ സാധിക്കുമെങ്കിൽ നാം എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്, സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ 5 നേര നമസ്കാരങ്ങളിൽ കണിശത പുലർത്തുന്നവരാണ്. അങ്ങനെ കണിശത പുലർത്തുന്ന വിശ്വാസികൾ അവർ പള്ളികളിൽ ജമാഅത്തിനെത്തുന്നത് 1-ാമത്തെ സഫിലാണെങ്കിൽ 1-ാമത്തെ സഫിന് വേണ്ടി, 1-ാമത്തെ സഫുകാർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലസ് സഫിൽ അവ്വൽ. അല്ലാഹു പ്രത്യേകം ആ 1-ാമത്തെ സഫിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകം അവരുടെ പേരെടുത്ത് ഉന്നതമായ സഭയിൽ അവരെ പ്രശംസിക്കുന്നുണ്ട്, അവർക്ക് കാരുണ്യം ചെയ്യുന്നുണ്ട്. വമലായികത്തുഹു, അവന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പാപമോചനത്തിന് വേണ്ടി, അവർക്ക് ബറക്കത്ത് നൽകാൻ വേണ്ടി, അവർക്ക് റഹ്മത്ത് ചൊരിയാൻ വേണ്ടി. ഇങ്ങനെ അല്ലാഹുവിന്റെ മലായികത്തുകൾ 1-ാം സഫിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഅലസാനി, 1-ാമത്തെ ചിലപ്പോൾ കിട്ടാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ 2-ാം സഫിലുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പ്രാർത്ഥിച്ചത് 1-ാമത്തെ സഫുകാർക്ക് വേണ്ടിയാണ്. വീണ്ടും ആവശ്യപ്പെട്ടപ്പോഴാണ് വഅലസാനി, 2-ാം സഫുകാർക്കും എന്ന് പറഞ്ഞത്. 3 തവണ 1-ാം സഫിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. 2-ാമത്തെ തവണയാണ്, 2-ാമത്തെ കാര്യമാണ് 2-ാം സഫിലുള്ളവരെ കുറിച്ച് പറഞ്ഞത്. മറ്റു ചില ഹദീസുകളിൽ കാണാം തുടർന്ന് വരുന്ന സഫുകൾക്ക് അതിനോടടുത്ത പ്രതിഫലമായിരിക്കും എന്ന്. എന്തായാലും 1-ാമത്തെ സഫ്, പിന്നെ 2-ാമത്തെ സഫ്, ഇങ്ങനെ അതിന്റെ പ്രാധാന്യം പോകുന്നു എന്നാണ്. മലായിക്കത്തുകളുടെ പ്രാർത്ഥനയ്ക്ക് നാം അർഹരായി മാറുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. 2-ാമത്തെ കാര്യം ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഇന്നല്ലാഹ വ മലായികതഹു വാഹിലസ് സമാവാതി വൽ അർദ് ഹത്ത നംലത ഫീ ജുഹരിഹാ വഹത്തൽ ഹൂത ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈറ. അല്ലാഹുവും അവന്റെ മലായികത്തുകളും അതുപോലെ തന്നെ വാനലോകത്തുള്ളവരും ഭൂമിയിലുള്ളവരുമൊക്കെ എത്രത്തോളം ഭൂമിയിലെ മാളങ്ങളിലുള്ള ഉറുമ്പുകൾ പോലും അതുപോലെ തന്നെ വെള്ളത്തിലൂടെ ഊളിയിട്ട് കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ വരെ ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈറ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. 2-ാമത്തെ കാര്യം അതാണ്. അതും നമ്മൾ ശ്രദ്ധിക്കുക, അറിഞ്ഞ കാര്യം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. 3-ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനത്തിൽ നിന്ന് കാണാം, ജനങ്ങൾക്ക് വേണ്ടി സഹായഹസ്തം നീട്ടുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന്. പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ നീക്കുവാൻ വേണ്ടി, ബുദ്ധിമുട്ടുന്നവരുടെ, കഷ്ടപ്പെടുന്നവരുടെ പ്രയാസങ്ങളുടെ ആ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ധനം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഓരോ ദിനത്തിലും മലായിക്കത്തുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ ധാരാളമായി ഇനിയും നൽകണമേ എന്ന് മലക്കുകളുടെ പ്രാർത്ഥന അത്തരത്തിൽ സാധുക്കളായ ആളുകളെ, ആവശ്യക്കാരെ സഹായിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന്. 4-ാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രോഗിയായി തന്റെ ഒരു സഹോദരൻ രോഗിയാണ്, മാനസികമായി വിഷമത്തിലാണ്, അദ്ദേഹത്തെ പോയി സന്ദർശിക്കുക. തന്റെ ഒരു സഹോദരനെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുപോയി കാണുക, ആശ്വാസത്തിന്റെ വചനങ്ങൾ കേൾപ്പിക്കുക, മനസ്സിന് സമാധാനമാവുക. എങ്കിൽ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ അല്ലെങ്കിൽ തന്റെ ഒരു സഹോദരനെ അള്ളാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ സന്ദർശിക്കാൻ പോയാൽ, വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാള് ഈ പ്രാർത്ഥന വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ശ്രദ്ധിക്കുക.
ആ വിധത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നവർക്ക് വേണ്ടി മലായിക്കത്തുകൾ പ്രാർത്ഥിക്കാണ്, തിബ്ത വതാബ മംശാക്, താങ്കൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, പാപങ്ങളിൽ നിന്ന് താങ്കൾക്ക് അല്ലാഹുവിന്റെ ശുദ്ധീകരണം ഉണ്ടാവട്ടെ, താങ്കളുടെ നടപ്പ് ഏറ്റവും നല്ല കാര്യത്തിലായി തീരട്ടെ, വതബവ്വഅത മിനൽ ജന്നതി മൻസില, സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി താങ്കൾ കരസ്ഥമാക്കിയിരിക്കുന്നു എന്നിങ്ങനെയുള്ള ഉന്നതമായ ആശീർവാദത്തിന്റെ വാചകങ്ങൾ പ്രാർത്ഥനാ രൂപത്തിലായിക്കൊണ്ട് വാനലോകത്ത് നിന്ന് വിശ്വാസികൾക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദർശനങ്ങളല്ലാതെ റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. മാത്രമല്ല, മറ്റു ചില റിപ്പോർട്ടുകളിൽ 70,000 മലായിക്കത്തുകൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉണ്ട് എന്ന് കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. അതൊക്കെ എത്ര മേന്മയേറിയ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. അഞ്ചാമതായി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തന്റെ സഹോദരന് വേണ്ടി എപ്പോഴും നന്മ ആഗ്രഹിക്കുക, അയാളുടെ സാന്നിധ്യത്തിൽ മാത്രമല്ല, അയാൾ തന്റെ അടുക്കൽ ഇല്ലാത്ത ഘട്ടത്തിലും അയാൾക്ക് വേണ്ടി നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അവന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. എന്തേ കാരണം? ഇൻദ റഅസിഹി, അവന്റെ തലക്കടുത്തുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന വിശ്വാസിയുടെ തലയുടെ ഭാഗത്ത് നിൽപ്പുണ്ട് മലക്കുൻ മുവക്കലുൻ, പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. കുല്ലമാ ദഅ ലി അഖീഹി, തന്റെ സഹോദരന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി, പ്രത്യേകം സ്പെഷ്യലായി ഇക്കാര്യം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആ മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, ആമീൻ, അല്ലാഹുവേ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കൊടുക്കണേ, വലക ബിമിസിൽ, താങ്കൾക്കും ഇതേപോലെയുള്ള നന്മ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. 5 കാര്യങ്ങൾ എല്ലാം വിശദീകരിക്കേണ്ടതാണ് സഹോദരങ്ങളെ. ചുരുക്കി മനസ്സിലാക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ഇഖ്ലാസോടെ നമുക്കും നിർവഹിക്കാവുന്ന കാര്യങ്ങളാണ്. വീഴ്ച വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറെ വലിയ മഹാത്മ്യമാണ് നമുക്ക് ലഭ്യമാകാൻ പോകുന്നത്. റഹ്മാനായ റബ്ബ് ഏറ്റവും ശുദ്ധിയായ ആ വിധത്തിലുള്ള ഒരു ഹൃദയവുമായി റബ്ബിനെ കണ്ടെത്തുന്ന വിധത്തിൽ നല്ലവരായി മാറുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയ. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതരും വിശുദ്ധരുമായ മലായിക്കത്തുകളുടെ പ്രാർത്ഥനകൾക്ക് യോഗ്യരായി മാറുവാനുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 കാര്യങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. 6ാമതായി വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹുവിനോട് നിരന്തരമായി തൗബ ചെയ്യുന്ന ആളുകൾ, റബ്ബിനോട് എല്ലാ ദിവസവും തൗബ അധികരിപ്പിക്കൽ നമ്മുടെ കടമയാണ്. തൗബ ചെയ്യുകയും അല്ലാഹു നിർദ്ദേശിച്ചിട്ടുള്ള അവന്റെ മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ആ കാര്യത്തിൽ സജീവമായ ശ്രദ്ധ പുലർത്തുന്നവർക്ക് വേണ്ടി മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സൂറത്ത് ഗാഫിറിലെ 7ാമത്തെ ആയത്തിൽ കാണാം, വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. മലായിക്കത്തുകൾ, അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന ഇപ്രകാരമാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ, എല്ലാ വസ്തുക്കളിലും നിന്റെ റഹ്മത്ത് വിശാലമായി കിടക്കുകയാണ്. നിന്റെ അറിവ് എല്ലായിടത്തും വിശാലമാണ്. അങ്ങനെ അറിവ് കൊണ്ടും റഹ്മത്ത് കൊണ്ടുമൊക്കെ വിശാലമായ അലീമായ റഹീമായ റബ്ബേ, ഫഗ്ഫിർ, നീ പൊറുത്തു കൊടുക്കണമേ. മലക്കുകളുടെ പ്രാർത്ഥനയാണ്. ഫഗ്ഫിർ, അല്ലാഹുവേ നീ പൊറുത്തു കൊടുക്കണമേ. ലില്ലദീന താബു, ആർക്ക് വേണ്ടി? തൗബ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി. വത്തബഉ സബീലക, അവർ നിന്റെ മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നീ പൊറുത്തു കൊടുക്കണേ. വഖിഹിം, നീ അവരെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അദാബൽ ജഹീം, കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് നീ അവരെ കാത്തുരക്ഷിക്കണേ എന്ന്
മലായിക്കത്തുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടർന്നുകൊണ്ടുള്ള ആയത്തുകളിലൊക്കെ അതിന്റെ വിശദ വിവരങ്ങൾ വരുന്നുണ്ട്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കൂടെ സാലിഹീങ്ങളായി ഈമാനുള്ള മുഅ്മിനീങ്ങളായ ആ വിധത്തിലുള്ള മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ മലായിക്കത്തുകളുടെ പ്രാർത്ഥനയുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൗബ ഒരു റമദാനിലോ മക്കയിൽ പോയാലോ മാത്രമല്ല, നിരന്തരമായി ഒരു വിശ്വാസിയുടെ മുഖമുദ്രയാണ് തൗബ എന്ന് മനസ്സിലാക്കുക. മലായിക്കത്തുകളുടെ പ്രാർത്ഥനയ്ക്ക് അവർ യോഗ്യരായി മാറുകയാണ്. ഏഴാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നമ്മിൽ പലരും അശ്രദ്ധരാകുന്ന എന്നാൽ മനസ്സ് വെച്ചാൽ നിർവഹിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉളുവോടുകൂടെ ഉറങ്ങാൻ കിടക്കണം എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആരെങ്കിലും നിസ്കാരത്തിന് ഉളുവെടുക്കുന്നത് പോലെ ശ്രദ്ധാപൂർവം ഒരാൾ ഉളുവെടുത്തുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ അവന് വേണ്ടി പുലരുവോളം ഒരു മലക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ ഗഫിർ ലി അബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത താഹിറാ. ഇന്ന വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അദ്ദേഹം ശുദ്ധിയോടുകൂടെയാണ് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ടുള്ളത്, താമസിച്ചിട്ടുള്ളത് എന്ന്. ഉളുവെടുത്തുകൊണ്ട് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നവർക്ക് വേണ്ടി മലായിക്കത്തുകളുടെ പ്രാർത്ഥനയുണ്ട്, പാപമോചന തേട്ടമുണ്ട് എന്നർത്ഥം. എട്ടാമത്തെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, വാ മിൻ മുസ്ലിമിൻ യുസല്ലി അലയ്യ ഇല്ലാ സല്ലത്ത് അലൈഹിൽ മലായികതു മാ സല്ല അലൈഹി ഫൽയുഖില്ലൽ അബ്ദു മിൻ ദാലിക ഔ ലിയുക്സിർ. ഏതെങ്കിലും ഒരു മുസ്ലിമായ വ്യക്തി എനിക്ക് വേണ്ടി സ്വലാത്തിനെ ചോദിക്കുന്നു, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ആര് സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അവന് വേണ്ടി മലായിക്കത്തുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴെല്ലാം മാ സല്ല അലയ്യ, എനിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അയാൾക്ക് ഖൈർ കൊടുക്കാൻ, റഹ്മത്ത് ചൊരിയാൻ, മഗ്ഫിറത്ത് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് മുസ്തഫ അവസാനം പറഞ്ഞു, ഫൽയുഖില്ലൽ അബ്ദു മിൻ ദാലിക ഔ ലിയുക്സിർ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നവർ സലാത്ത് അധികരിപ്പിക്കട്ടെ കുറക്കട്ടെ, അത് ഓപ്ഷൻ പറഞ്ഞതല്ല, വേണമെങ്കിൽ ചൊല്ലിയാൽ മതി എന്നല്ല. എത്രത്തോളം സലാത്ത് അധികരിപ്പിക്കുന്നു അത്രത്തോളം മലായിക്കത്തുകളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. വെള്ളിയാഴ്ചയാകുമ്പോൾ അതിന്റെ പവർ കൂടുകയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഇതിന്റെ സഹോദരങ്ങളെ, ഇനിയും ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഒരഞ്ചെട്ട് കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞത്. മഹാരഥന്മാരായ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വരുമ്പോൾ അതിന് യോഗ്യരാവുക എന്നുള്ളതാണ് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത്. അതിന് അടിത്തറയായി ഉണ്ടാവേണ്ടത് ഈമാനാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്, തഖ്വയാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്.